നമസ്കാരം. അങ്ങനെ ഖത്തറിൽ തടവിലായിരുന്ന മലയാളിയടക്കം 8 മുൻ നാവികരെ ഖത്തർ വിട്ടയച്ചിരിക്കുകയാണ്. ഇതിന് ആരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനോടാണ് പ്രാഥമികമായി നമ്മൾ നന്ദി പറയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാവികസേനയിൽ സെയിലറായിരുന്ന മലയാളി രാകേഷ് കുമാർ, റിട്ടയർഡ് കമാൻഡർമാരായ പൂർണേന്ദു തിവാരി, അമൃത് നാഗ്പാൽ, സുഗുണാകർ പക്കാല, സഞ്ജീവ് ഗുപ്ത, റിട്ടയർഡ് ക്യാപ്റ്റന്മാരായ നവ്തേജ് സിംഗ് ഗിൽ, ബീരേന്ദ്രകുമാർ വർമ്മ, സൗരവ് വസിഷ്ഠ് എന്നിവരെയാണ് മോചിപ്പിച്ചത്. ഖത്തർ അമീറിന്റെ തീരുമാനപ്രകാരമാണ് വിട്ടയച്ചത്. 7 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തി. ഖത്തറിന്റെ തീരുമാനം വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഡിസംബറിൽ ഇവരുടെ വധശിക്ഷ ഖത്തർ അപ്പീൽ കോടതി ഇളവ് ചെയ്തിരുന്നു. 2022 ഓഗസ്റ്റിൽ 8 പേരും അറസ്റ്റിലായതു മുതൽ ഇന്ത്യ നടത്തിവരുന്ന നയതന്ത്ര ഇടപെടലുകളുടെ വിജയം കൂടിയാണ് ഇപ്പോഴത്തെ വിധി. ദുബായിലെ കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ ഡിസംബർ 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദോഹയിലെ അൽദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. കമ്പനി മാനേജിംഗ് ഡയറക്ടറായിരുന്ന പൂർണേന്ദു തിവാരി പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവാണ്. ഖത്തർ നാവികസേനയ്ക്കായി ഇറ്റാലിയൻ കമ്പനി ഫിൻസാൻഡിയറി നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്തിക്കൊടുത്തുവെന്നതാണ് 8 പേർക്കും കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒമാൻ സ്വദേശി കാമിസ് അൽ നജ്മിക്കുമെതിരെ ആരോപിക്കപ്പെട്ട കുറ്റമെന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നജ്മിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടിരുന്നു. 18 മാസം കഴിഞ്ഞ് ഒടുവിൽ വളരെ ആശ്വാസകരമായ വാർത്തയാണ് അങ്ങനെ ഇന്ന് പുറത്തു വന്നത്. അവർ ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുകയാണ്.